Hi friends, welcome back. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഹെഡ്ഫോണിന്റെയാണ്. ബോട്ട് റോക്കേഴ്സ് 370. അപ്പോൾ ഈ ഒരു റേഞ്ചിലെ ഒരു കിങ് തന്നെയാണ് ബോട്ട്, നമുക്കറിയാം. അപ്പോൾ ഇവരുടെ 450 എന്ന ഹെഡ്ഫോണിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് 370 എന്ന പേരിൽ 1300 റേഞ്ചിൽ കൊടുക്കുന്ന ഒരു ഹെഡ്ഫോണാണ്. അപ്പോൾ ഈ ഒരു ഹെഡ്ഫോണിലേക്ക് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് നല്ല കാര്യങ്ങൾ? നിങ്ങളിത് വാങ്ങിക്കാൻ പോയാൽ നിങ്ങൾക്ക് ഇത് ഗെയിമിങ്ങിനായാലും പാട്ട് കേൾക്കാനായാലും ഒക്കെ നല്ലതാണോ? ഒരു ഓവറോൾ ബിൽറ്റ് ക്വാളിറ്റി എങ്ങനെയുണ്ട്? അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഒന്ന് നോക്കാം. നേരെ വീഡിയോയിലേക്ക്. ഹായ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഒരു ബോട്ട് റോക്കേഴ്സ് 450 ബോട്ടിൻ്റെ ഒരു 450 എന്ന് പറയുന്ന ഹെഡ്ഫോൺ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിരുന്നു. ഒന്ന് രണ്ട് ചില മൈനസുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, നിങ്ങൾക്ക് അത് കണ്ടു നോക്കാൻ വേണമെങ്കിൽ. അപ്പോൾ അത് കഴിയുമ്പോൾ അതിനേക്കാൾ കുറഞ്ഞ പ്രൈസിൽ 1300 രൂപ റേഞ്ചിലാണ് ഈ ഒരു ഹെഡ്ഫോണിൻ്റെ വില നിൽക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയുണ്ട്? ഇതിൽ അതിനേക്കാൾ കുറച്ച് ബെറ്ററായ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ഓവറോൾ എങ്ങനെയാണ് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ആദ്യമായിട്ട് ഇതിൻ്റെ ബോക്സിങ് നല്ലൊരു ബോക്സിംഗ് ആണ്. ഒരു ഡീസൻ്റ് ആയ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ് നമുക്കിത് കാണുന്നത്. നല്ലൊരു വെൽ പാക്ഡ് തന്നെയാണ് ഈ ഒരു ബോക്സ്. പറയത്തക്കതായ ന്യൂനതകളൊന്നും ബോക്സിങ്ങിലില്ല. നല്ല ക്വാളിറ്റിയിൽ പാക്ക് ചെയ്തിരിക്കുന്നു. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഓക്സ് കേബിളും ചാർജിങ് കേബിളും ഒക്കെ കിട്ടുന്നുണ്ട്. അത് കൂടാതെ നമ്മുടെ ഹെഡ്ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, നല്ല സ്റ്റൈലൻ ലുക്കിലുള്ള ഒരു ഹെഡ്ഫോൺ തന്നെയാണ്. ലുക്ക് വൈസ് ഒന്നും പറയാനില്ല, നല്ല ഭംഗിയിൽ അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഹെഡ്ഫോൺ. പ്രത്യേകിച്ചും ഇതിൻ്റെ റൗണ്ട് ഷേപ്പും ബോട്ട് എന്നുള്ള ഒരു ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ ഓവറോൾ നല്ല ക്വാളിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. സോ എന്നെ സംബന്ധിച്ച് ഇതിൻ്റെ ഡിസൈൻ വൈസ് ഇതൊരു നല്ല അട്രാക്റ്റീവായ സ്റ്റൈലിഷ് ആയ ലുക്കൊക്കെ ഉണ്ട്. ഇനി ഇതിൻ്റെ ക്വാളിറ്റി നോക്കിയാൽ പ്ലാസ്റ്റിക്, ഈ റേഞ്ചിൽ മിക്കവാറും എല്ലാ ഹെഡ്ഫോണും ചീപ്പ് പ്ലാസ്റ്റിക് തന്നെയാണ് കാണുന്നത്. അത്ര നല്ല ക്വാളിറ്റി സ്ട്രോങ് ആയ ഒരു പ്ലാസ്റ്റിക് സംവിധാനമൊന്നും അല്ല കാണാറുള്ളത്. ഇവിടെയും അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് കാണാം. വെറുതെ ഇങ്ങനെ കൈ പിടിക്കുമ്പോൾ തന്നെ വളരെ കനം കുറഞ്ഞ ഒരു പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ ലൈറ്റ് വെയിറ്റ് ആണ് സംഭവം, അതൊരു പ്ലസ് പോയിന്റ് ആണ്. അപ്പോൾ തന്നെ ഇതിൻ്റെ ഓവറോൾ ബിൽറ്റ് ക്വാളിറ്റിയൊക്കെ വളരെ കനം കുറഞ്ഞൊരു പ്ലാസ്റ്റിക്, ഒരു എന്താ പറയുക, ഒരു ചീപ്പ് പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഒരു ബിൽറ്റ് ക്വാളിറ്റിയേ ഉള്ളൂ. നമ്മൾ പലപ്പോഴും ഈ റേഞ്ചിൽ ഹെഡ്ഫോണൊക്കെ പറയുമ്പോൾ പറയാറുണ്ട് താഴെങ്ങാനും വീണാൽ പൊട്ടും, സൂക്ഷിക്കണമെന്ന്. അത് തന്നെയാണ് ഇവിടുത്തെയും കേസ്. സോ ഇതങ്ങനെ താഴെ വീണാൽ ഉറപ്പായിട്ടും പൊട്ടും. അതിന് ആ ഒരു സ്ട്രെങ്ത് ഇതിനുള്ളൂ. സോ താഴെ വീഴാതെ സൂക്ഷിക്കണം. ബാക്കിയെല്ലാം കയ്യിൽ പിടിക്കുമ്പോൾ ഒരു ഇൻഹാൻഡ് ഫീൽ ആയാലും കാര്യങ്ങളൊക്കെ 450 എന്ന് പറയുന്ന ആ ഒരു മോഡലിൻ്റെ അത്ര ഒരു ക്വാളിറ്റി നമുക്ക് കയ്യിൽ പിടിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നില്ലെങ്കിലും അത് പ്രൈസ് കുറവാണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഒരു നല്ല ക്വാളിറ്റി, തീർച്ചയായിട്ടും ഈ ഒരു പ്രൈസിനുള്ളൊരു ക്വാളിറ്റി ഉണ്ട് താനും. എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ബിൽറ്റ് ക്വാളിറ്റി. എന്തായാലും അതിൽ പറഞ്ഞ ഒരു കാര്യം ഇതിനകത്തും വരുന്നുണ്ട്. അതായത് ഹെഡ്ഫോൺ ഇത് നമ്മൾ മാക്സിമം എന്ന് പറയുന്നത് ഇതാണ് മാക്സിമം ലെവൽ. ഇത് തലയിൽ വെക്കുമ്പോൾ മാക്സിമം ടൈറ്റ് ആയിട്ട് വെക്കേണ്ടി വരും. ഇത്തിരി ലൂസാക്കി വെക്കാൻ നോക്കിയാൽ വേണ്ട, ഇതിങ്ങനെ ഫുള്ളായിട്ട് എൻ്റെ ഇയർ കവർ ചെയ്യില്ല. ശരിക്കും ഇങ്ങനെ ടൈറ്റാക്കി വെക്കേണ്ടി വരും. മുകളിൽ നിന്ന് ഇങ്ങനെ ഫുൾ ടൈറ്റാക്കി വെക്കേണ്ടി വരും. അങ്ങനെ വെച്ചാൽ കറക്റ്റ് അളവാണ്. ഇതിനേക്കാൾ വലിയ തലയുള്ള, ഇത്തിരി വലുപ്പം കൂടിയ തലയുള്ള ആൾക്കാരാണെങ്കിൽ ബുദ്ധിമുട്ടെന്നുള്ളത് പ്രത്യേകം ഓർക്കുക. ഈ ബോട്ട് റോക്കേഴ്സിന് 450 എന്ന ഹെഡ്ഫോൺ റിവ്യൂ ചെയ്തപ്പോൾ ഞാൻ ഈ കാര്യം പറഞ്ഞിരുന്നു. ഈ രണ്ട് ഹെഡ്ഫോണുകളിൽ ഇത്തിരി വലുപ്പം ഒരു ഇച്ചിരി കൂടി ഒന്ന് കൂടുതലായിരുന്നെങ്കിൽ കുറെ കൂടി കംഫർട്ടബിൾ ആയേനെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഇതിനകത്തും സെയിം ആണ്. ഇനി ഇതിൻ്റെ കുഷനും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്ര ഒരു സോഫ്റ്റ് അല്ല, എങ്കിലും കുഴപ്പമില്ല. ഈ ഒരു പ്രൈസിന് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. ചെവിയിൽ അമർന്നിരിക്കും. ഇത് ടൈറ്റ് ആയിട്ട് നോയ്സ് ഐസൊലേഷന് വേണ്ടി നല്ലോണം അമർന്നിരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചധികം നേരം വെച്ച് കഴിഞ്ഞാൽ ചെവി ഇത്തിരി വേദന എടുക്കുന്ന പോലെ, ചൂടാവുന്ന പോലെയുള്ള ഫീലൊക്കെ വരുന്നുണ്ട്. മുകളിലൊരു പാഡിംഗ് ഉണ്ട്, അതുകൊണ്ട് തലയിൽ അമർത്തി വെക്കേണ്ടി വരുന്നു. ഞാൻ പറഞ്ഞു വലുപ്പം കുറവായതുകൊണ്ട് അമർത്തി വെക്കേണ്ടി വരും. അങ്ങനെ അമർത്തിക്കുമ്പോൾ പാഡിംഗ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, ഒരു സ്മൂത്തായ എഫക്റ്റ് ആണ്. ഇവിടെ ഇത്തിരി ലൂസാക്കി വെക്കാൻ ശ്രമിച്ചാൽ ചെവി കവർ ചെയ്യില്ല. സോ ഈ വലുപ്പം ഒരു ചെറിയ പ്രശ്നമാവുന്നുണ്ട്. എങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. കംഫർട്ട്, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കംഫർട്ടൊക്കെ നോക്കുമ്പോൾ കുഷനായാലും മുകളിൽ പാഡിംഗ് ഉള്ളതുകൊണ്ട് ഓവറോൾ ഒരു തിരക്കേടില്ലാത്ത ഒരു 6-7 റേറ്റിംഗ് ഒക്കെ കൊടുക്കാവുന്ന ഒരു കംഫർട്ട് ലെവലാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. സോ കംഫർട്ട് വൈസ് ബോട്ട് റോക്കേഴ്സ് 450 ആ റേഞ്ചിലുള്ളൊരു കംഫർട്ട് തന്നെയാണ് നമുക്ക് ഇതിനകത്തും കിട്ടുന്നത്. സോ ബിൽറ്റ് ഡിസൈൻ, അതേപോലെ തന്നെ കംഫർട്ട് വലിയ കുഴപ്പമില്ല. പോർട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഓക്സ് കേബിൾ കണക്ട് ചെയ്യാം. നമുക്ക് വയേർഡ് ആയിട്ടും വയർലെസ് ആയിട്ടും യൂസ് ചെയ്യാം. ഓക്സ് കേബിൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വയേർഡായി, അത് ഊരി കഴിഞ്ഞാൽ വയർലെസ് ആയിട്ട് യൂസ് ചെയ്യാം. മൈക്കുണ്ട്, ഇൻഡിക്കേഷൻ ലൈറ്റ് ഉണ്ട്, അതേപോലെ മൈക്രോ USB പോർട്ട് ഉണ്ട് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. വോളിയം അപ്പ് ഡൗൺ ബട്ടണുകളുണ്ട്, പ്ലേ പോസ് ബട്ടൺ അല്ലെങ്കിൽ പവർ ബട്ടൺ അതും വരുന്നുണ്ട്. ഇത്രയുമാണ് ഇതിൻ്റെ പോർട്ട് ആൻഡ് മറ്റ് ബട്ടണുകളൊക്കെ. സോ ഓവറോൾ ഇതിൻ്റെ കാര്യങ്ങൾ നോക്കിയാൽ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഡിസൈനും ബിൽറ്റ് ക്വാളിറ്റിയൊക്കെ വരുന്നത്. എല്ലാം ഒരു ആവറേജ് ലെവലിൽ നല്ല ക്വാളിറ്റിയിൽ തന്നെയുണ്ട്. സോ ആവറേജ് ലെവലിലാണ് നിൽക്കുന്നത്. ഇനി ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കണക്ടിവിറ്റിയും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് 5 ആണ്. 1400 രൂപ റേഞ്ചിൽ, ഇതിനേക്കാൾ ഒരു 100 രൂപ കൂടുതൽ റേഞ്ചിൽ നിൽക്കുന്ന ബോട്ട് റോക്കേഴ്സ് 450 നമുക്ക് കുറച്ചുകൂടി കൂടിയ ഒരു ക്വാളിറ്റിയാണ് കിട്ടേണ്ടത്. ബട്ട് അവിടെ ബ്ലൂടൂത്ത് 4.2 ആണ്. ഇത് ഒരു 100 രൂപ കുറവുള്ള ഹെഡ്ഫോണാണ്, പക്ഷേ ഇതിൽ ബ്ലൂടൂത്ത് 5 ഉണ്ട്. സോ കുറച്ചുകൂടി നല്ല കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ വില കുറഞ്ഞ ഇതിനകത്താണ് വരുന്നത്. ബട്ട് നമുക്ക് ഓവറോൾ നോക്കിയാൽ നമ്മൾ പറഞ്ഞ പോലെ അത്രയും നല്ലൊരു ബിൽറ്റ് ഫീൽ നമുക്ക് കിട്ടുന്നില്ല. കുറച്ചുകൂടി നല്ലൊരു ഫീൽ അതിനകത്താണ്. നമുക്ക് ഈ ഒരു ഹെഡ്ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഒരു ഫീൽ അതിനകത്താണ്. അവിടെ ബ്ലൂടൂത്ത് 4.2 ആണ്, പക്ഷേ ഇതിൽ ബ്ലൂടൂത്ത് 5 ഉണ്ട്. അതുകൊണ്ട് തന്നെ കണക്ടിവിറ്റിയിൽ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. അതിനകത്തും ഇഷ്യൂസ് ഇല്ലായിരുന്നു, ഇതിനകത്തും ഇഷ്യൂസ് ഇല്ല. ഇത് ബ്ലൂടൂത്ത് 5 ആണ്. കുറച്ചും കൂടി സ്റ്റേബിളായ നല്ലൊരു കണക്ഷൻ നിങ്ങൾക്ക് കിട്ടുമെന്ന് മാത്രം. അപ്പോൾ കണക്ടിവിറ്റിയിലും കാര്യങ്ങളിലും പ്രശ്നമില്ല. നിങ്ങൾക്ക് കോളൊക്കെ ചെയ്യുമ്പോൾ
നമ്മൾ നേരത്തെ അതിനകത്തൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു ആവറേജ് ക്വാളിറ്റി തന്നെയാണ് കിട്ടുന്നുള്ളൂ. ഒരു നല്ല ക്വാളിറ്റി ഒന്നും പറയാൻ പറ്റില്ല. ബട്ട് വയേർഡായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ ഗെയിം കളിക്കുമ്പോഴായാലും വലിയ ലേറ്റൻസി ഒന്നും വയേർഡായ കണക്ട് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ പ്രശ്നം വരില്ല. വയേർഡ് കണക്ട് ചെയ്യാതെ, അതായത് വയർ കണക്ട് ചെയ്യാതെ, ഓക്സ് കേബിൾ കണക്ട് ചെയ്യാതെ വയർലെസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അത്ര പെർഫെക്റ്റ് അല്ല. ബട്ട് എങ്കിലും കളിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ കളിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഗെയിമൊക്കെ കളിക്കാൻ പറ്റുന്നുണ്ട്. സോ ലേറ്റൻസി ഇഷ്യൂ വലിയ പ്രശ്നമില്ല. ബാറ്ററി ചാർജ് ഉള്ളപ്പോൾ, ചാർജ് കുറഞ്ഞിട്ടില്ല ഇതിൽ, ഞാനിതൊരു 2-3 മണിക്കൂർ തന്നെ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ നോക്കുമ്പോൾ ലേറ്റൻസി ഒന്നും കണ്ടില്ല, വലിയ കാര്യമായ ലേറ്റൻസി കണ്ടില്ല. അഗ്രസീവായിട്ട് ഭയങ്കര പിൻ പോയിന്റ് ആയിട്ട് കളിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അവർ വയേർഡായ സെറ്റപ്പ് നോക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഓക്സ് കേബിൾ കണക്ട് ചെയ്തിട്ട് വയേർഡായിട്ട് യൂസ് ചെയ്യാം. നോർമൽ പ്ലേയേഴ്സിനെ സംബന്ധിച്ച് വയർലെസ് ആയിട്ട് യൂസ് ചെയ്താലും വലിയ ലേറ്റൻസി ഒന്നും തോന്നിയില്ല. എനിക്ക് സുഖമായിട്ട് കളിക്കാൻ പറ്റി. സോ നിങ്ങൾക്ക് ഇതുകൊണ്ട് വേണമെങ്കിൽ വയർലെസ് ആയിട്ടും ഗെയിം കളിക്കാം, വേണമെങ്കിൽ വയർ കണക്ട് ചെയ്ത് വയേർഡായിട്ടും കളിക്കാം. ഇനി ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ട്? ഓവറോൾ കാര്യങ്ങൾ വരുമ്പോൾ മെയിൻ ഘടകം അതാണ്. മെയിൻ ഘടകത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഡീസന്റ് സൗണ്ട് ക്വാളിറ്റിയാണ്. അത്യാവശ്യം നല്ല ബേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ പോലെ തന്നെ ബാക്കിയുള്ള സൗണ്ടുകളും നല്ലൊരു ലെവലിലുണ്ട്. നല്ലൊരു ലെവൽ എന്ന് പറയുമ്പോൾ ഈ പ്രൈസ് റേഞ്ചിൽ കണ്ടുവരുന്ന ഒരു നല്ല ലെവൽ, ആ ഒരു ലെവലിൽ നമുക്ക് ഈ ഒരു പ്രൈസിനുള്ള ക്വാളിറ്റി ഇതിന്റെ സൗണ്ടിനുണ്ട്. ബേസ് ഒന്നും ഓവർ ബേസ് ആയി പോയിട്ട് മറ്റു സൗണ്ട് കേൾക്കാത്തൊരവസ്ഥയൊന്നുമില്ല. പ്രത്യേകിച്ച് നമ്മൾ MIയുടെ ഒക്കെ ഒരു ഹെഡ്ഫോൺ മുമ്പ് റിവ്യൂ ചെയ്തിരുന്നു. അതിൽ ബേസ് കൂടിയിട്ട് മറ്റുള്ള സൗണ്ട് കേൾക്കാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ബട്ട് ഇതിനകത്ത് ബേസ് ഉണ്ട്, അതേസമയം മറ്റുള്ള സൗണ്ടുകളുടെ ക്വാളിറ്റിയും എനിക്ക് ഫീൽ ചെയ്തു. സോ ഓവറോൾ സൗണ്ട് ക്വാളിറ്റി ബേസ് ഞാൻ ഇതിനൊരു 8 എബോവ് റേറ്റിംഗ് കൊടുക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ലാത്ത നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള ഹെഡ്ഫോൺ ആണ് ബോട്ടിൻ്റെ ഈ 370 എന്ന് പറയുന്നത്. സോ ഓവറോൾ ബിൽറ്റ്, കണക്ടിവിറ്റി, അതേപോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും, കംഫർട്ട്, അങ്ങനെയൊക്കെ നോക്കുമ്പോഴും സൗണ്ട് ക്വാളിറ്റി നോക്കുമ്പോഴും ഒക്കെ ഒരു ഡീസൻറ്റ് സെറ്റപ്പാണ്. അപ്പോൾ കമ്പയർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 1300 രൂപയ്ക്ക് നിങ്ങൾ ഈ ഒരു ഹെഡ്ഫോൺ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇതിനകത്ത് കിട്ടാവുന്ന ഒരു ക്വാളിറ്റി കിട്ടും. നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പോകുന്നത് അത്ര ഒരു ക്വാളിറ്റി ഇല്ലല്ലോ എന്ന് മാത്രമാണ് കയ്യിൽ കാര്യമായിട്ട് ഫീൽ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം. അത് ഒഴിവാക്കി അതേപോലെ വെക്കുമ്പോൾ നമുക്ക് അത്ര ഒരു പെർഫെക്റ്റ് ആയിട്ട് ഒത്തിരി ടൈറ്റ് ചെയ്ത് വെക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ടെന്ന് തോന്നും. ഈ 2 കാര്യങ്ങൾ ഒഴിച്ചാൽ, പിന്നെ കോൾ ക്വാളിറ്റി, ഒരു ആവറേജ് കോൾ ക്വാളിറ്റി, ഈ 2-3 കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാം കൊണ്ടും ഈ പ്രൈസിന് ഇത് വർത്തായ നല്ലൊരു പർച്ചേസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു Rockerz 370 എന്ന ഹെഡ്ഫോണിൻ്റെ എൻ്റെ ഒരു റിവ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.